ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നലെ, അതായത് 13/12/2025 ശനിയാഴ്ച രാത്രി 8:30 മുതൽ 9:15 വരെ നടത്തിയ ഓൺലൈൻ മോക്ക് മത്സര പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് നടത്തുന്നത്. എൻ്റെ നെറ്റ്വർക്ക് ഡൗൺ ആയതുകൊണ്ടാണ് ഫലപ്രഖ്യാപനം ഇത്രയും വൈകിയത്. മത്സര പരീക്ഷയിൽ ആകെ 95 പേരാണ് പങ്കെടുത്തത്. ഇതിൽ 5 പേർക്ക് 99 മാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരേ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനം നിശ്ചയിക്കുന്നത്. ഇത് കമ്പ്യൂട്ടർ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ 2 മാനദണ്ഡങ്ങളാണ്. 1 മാർക്ക്, 2 സബ്മിറ്റ് ചെയ്ത സമയം. ഈ മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചത് സിസ്റ്റർ ലിൻസി മരിയ, 99 മാർക്ക്. ഇൻഫൻറ്റ് ജീസസ് ചർച്ച് മധുരവേലി ആണ് ഇടവക. സബ്മിറ്റ് ചെയ്തത് 8:44 അതായത് പരീക്ഷ ആരംഭിച്ച് 14-ാമത്തെ മിനിറ്റിൽ 100 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതി സബ്മിറ്റ് ചെയ്തു എന്നുള്ളതാണ്. സിസ്റ്റർ ലിൻസി മരിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. 2-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് ടെസി, ഇടവക അറിയില്ല. സമയം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് 8:48 PM. ടെസിക്കും എൻ്റെ വക ഹാർട്ടി കൺഗ്രാലേഷൻസ്. 3-ാം സ്ഥാനം 2 വ്യക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട്. 2 പേരും ഒരേ സമയത്താണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഡെയ്സി മാത്യുവും മിനി റാഫേലും. ഡെയ്സി മാത്യു കുറുമുള്ളൂർ ഇടവക. ഇതിൽ മിനി റാഫേൽ സെൻറ്റ് ജോസഫ് ചർച്ച് കുമ്പളം. ഇവർക്ക് 2 പേർക്കാണ് 3-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത്. 2 പേരും 9:02 സബ്മിറ്റ് ചെയ്തു. 4-ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് സുശീല ഭായ്, മാർക്ക് 99, സെൻറ്റ് ജൂഡ് കിള്ളിപ്പലം, 9:12 സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. 3-ാം സ്ഥാനവും 4-ാം സ്ഥാനവും ലഭിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ കൺഗ്രാലേഷൻസ്. തുടർന്ന് വരുന്ന സ്ഥാനങ്ങൾ ഒന്ന് നോക്കാം. 98% മാർക്ക് വാങ്ങിച്ചവർ 3 പേരുണ്ട്. ബീന ജോസഫ്, അൽഫോൻസ ജോസ്, കൊച്ചുറാണി ബാബു. വീണ്ടും 97% മാർക്ക് വാങ്ങിച്ചവർ 2 പേര്. അനി അഗസ്റ്റിൻ, തെരേസെ. 96 മാർക്ക് വാങ്ങിച്ചവർ 4 പേര്. ഷീല ജിമ്മി, ജോയ്സി ബെന്നി, അബ്രാഹം, ആലിസ് ആൻ്റണി. 95 മാർക്ക് വാങ്ങിച്ചവർ ആനി ജോൺ, ഫിലോമിന, എൽസി, ബേബി വർഗീസ്, ആലിസ് സെബാസ്റ്റ്യൻ, ഉഷ ജോസ് എന്നിവരാണ്. 94 മാർക്ക് വാങ്ങിച്ചവർ 4 പേരുണ്ട്. ലൂസി എബി, മോളി ജോസ്, ഷേർലി KJ, ജീന ഡേവിഡ്. 93 മാർക്ക് വാങ്ങിച്ചവർ മീന ഷാജി, മിനി ജോബ്, 2 പേര്. 92 മാർക്ക് വാങ്ങിച്ചത് ഒരാളാണ്, മേരി KJ. 90% മാർക്ക് വാങ്ങിച്ചത് ജിസ് സാജി. ഇത്രയും പേർക്കാണ് 90-ഉം അതിൽ കൂടുതലും മാർക്ക് കിട്ടിയിരിക്കുന്നവർ. ഇനി 88 മാർക്ക് ലഭിച്ചവർ 3 പേരുണ്ട്. ആൽഫി ഷാജു, സെലിൻ തോമസ്, എൽസമ്മ. 87 മാർക്ക് ലഭിച്ച ഒരാൾ ബ്ലെസി ജിജോ. 86 മാർക്ക് ലഭിച്ചത് മോളി തോമസ്. 85 മാർക്ക് ലഭിച്ചത് ജയ്സമ്മ ജോൺ. 84 മാർക്ക് വാങ്ങിച്ച സുമ, ലില്ലി പോൾ, മീര ജോർജ്, ലീലാമ്മ എന്നിവരാണ്. ആകെ 4 പേരാണ് 84 മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇനി 83 മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരാൾ സിമി ഷിബു. 82 മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത് 2 പേര്. മേരിക്കുട്ടി വർഗീസ്, ത്രേസ്യ ഗബ്രിയൽ. 81 മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന 5 പേരുണ്ട്. ഷാൻഡി ജോഫി, സാലമ്മ, ജെസ്സി സണ്ണി, റോസ്ലി സ്റ്റീഫൻ.
മേരി ജസീന്ത എന്നിവരാണ്. 80% മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന റോസമ്മ ചാക്കോ, ബീന ജോൺസൺ, എൽസി ജേക്കബ്, ആനി ഫ്രാൻസിസ്, റോസ്ലി മാത്യൂസ് 5 പേരാണ് 80% മാർക്ക് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരാണ് ആദ്യ സ്ഥാനങ്ങളിൽ വന്നിരിക്കുന്നത് 80% വരെ. ഇനി ബാക്കിയുള്ളവരുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലിസ്റ്റ് PDF നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ആദ്യത്തെ 15 മിനിറ്റിൽ തന്നെ 100 മാർക്കിനും ആൻസർ ചെയ്തവരുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കുന്ന ഒരു കാര്യം, അരമണിക്കൂർ സമയം കൊടുത്താൽ മതിയോ അതോ 3/4 മണിക്കൂർ വേണോ, അതോ 100 ചോദ്യത്തിന് പകരം 150 ചോദ്യമോ അതിൽ കൂടുതലോ കൊടുക്കണോ എന്നൊരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇനി അടുത്ത പരീക്ഷ നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് അടുത്ത 6 അധ്യായങ്ങൾ, യോഹന്നാൻ്റെ 6 അധ്യായങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതുപോലൊരു പരീക്ഷ നടത്താമെന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. പരീക്ഷ നടത്താൻ പറ്റിയ സമയം ഏതാണ്, എത്ര സമയം ആവശ്യമുണ്ട്, 3/4 മണിക്കൂർ വേണോ അതോ അരമണിക്കൂർ മതിയോ, ചോദ്യങ്ങളുടെ എണ്ണം ഇനിയും കൂട്ടണോ എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും ആശംസകളും അർപ്പിക്കുന്നു. അതുപോലെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്ക് എല്ലാവർക്കും എൻ്റെ ഹാർട്ടി കൺഗ്രാജുലേഷൻസ്. വീണ്ടും കാണാം. അടുത്ത വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പഠനം നമുക്ക് തുടരാം. താങ്ക് യു വെരി മച്ച്.